ഹായ് എവരിയോൺ, നമുക്ക് ഇന്നൊന്ന് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഫേസ് ക്രീം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതൊരു സിമ്പിൾ മേക്കപ്പാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഇത് തന്നെ മതിയാവും. ഞാനിപ്പോൾ ഫേസ് പൗഡർ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല, കാരണം എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ടാണ് പൗഡർ ഇടുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫേസ് പൗഡർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് പുരികം സെറ്റ് ചെയ്ത് കൊടുക്കണം. പുരികം എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടാണുള്ളത്, അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അത് നമ്മുടെ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് കറുപ്പിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രൗൺ കളർ പെൻസിലാണ്. ഇത് തീരാറായിട്ടുണ്ട്, നെക്സ്റ്റ് വാങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പുരികമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ഐലൈനർ. ഐ മേക്കപ്പിൽ കൂടുതലായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഐലൈനറും മസ്കാരയുമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ണിൻ്റെ മുകളിലായിട്ട് നേർത്ത ലൈനായിട്ട് മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി കണ്ണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ലിപ്സ്റ്റിക്. മേക്കപ്പ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഐടെക്സിൻ്റെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. ഈ ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും. ഇനി ചെറിയൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ഇനി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഇയറിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എനിക്ക് ഇച്ചിരി പാടുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ അഴിഞ്ഞ് കോലാഹലമായി പോവും. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് ഇടാറുള്ളത്. പാവങ്ങളുടെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണേ. അപ്പോൾ ഓക്കെ, ബൈ.